ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ലൈഫ് ഡയറീസ്. എൻ്റെ പേര് ആഷിത. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഒത്തിരി വീഡിയോസ് എടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാണും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടാണ്. ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UK വന്ന് 5 വർഷമാകുമ്പോൾ നമുക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ILR അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബേസിക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പാസ്സാവുന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പാസ്സാവാതെ ഒരിക്കലും നമുക്ക് ഈ ILR അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഞാനത് പാസ്സായി. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗവൺമെൻറ് വെബ്സൈറ്റ് വരും. ഗവൺമെൻറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കത് ബുക്ക് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ബുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 ടെസ്റ്റ് സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 30 ടെസ്റ്റ് സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ പോസ്റ്റ് കോഡൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് അടുത്തുള്ള ഇതാണ് നമുക്ക് ടെസ്റ്റ് സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് 50 ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഈ ടെസ്റ്റ് എഴുതണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സുള്ള താഴെയുള്ള ഒരാളാണ്, ഏതെങ്കിലും ഒരു കുട്ടിയാണ് ILR അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഈ ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് BRP കാർഡും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും പിന്നെ നമ്മുടെ ഒരു വാലിഡ് ട്രാവൽ ഡോക്യുമെൻ്റൊക്കെയാണ് ഇതിൻ്റെ ID എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് എന്താണോ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഏത് ID ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സെയിം ID തന്നെ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ ഒരു BRP കാർഡാണ് കൊടുത്തത്, ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ BRP കാർഡ് കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ പാസ്പോർട്ട് ഇട്ടിട്ട് പോകുന്നെങ്കിൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരെ ടെസ്റ്റ് ക്യാൻസൽ ചെയ്യും. അപ്പം നമുക്ക് ഒരിക്കലും അതിൻ്റെ റീഫണ്ട് കിട്ടത്തുമില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ID ആണ് കൊടുത്തത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റുപറ്റി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും നമ്മൾ മാറ്റി കൊടുത്തെങ്കിൽ നമ്മൾ 72 അവേഴ്സിനുള്ളിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ഡേറ്റിൻ്റെ 72 അവേഴ്സിനുള്ളിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാകുന്നതല്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും അർജൻറ്റ് കാര്യം വന്നാലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 72 അവേഴ്സിനുള്ളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാണ് ടെസ്റ്റ് ഡേറ്റ് അതിൻ്റെ 72 അവേഴ്സിനുള്ളിൽ മുന്നേ തന്നെ നിങ്ങൾ ചെയ്യണം. അത് 48 അവേഴ്സ് ആയപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ വിത്തിൻ 72 അവേഴ്സിനുള്ളിൽ നിങ്ങളത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്യണം. ഞാനത് പറയാൻ കാരണം ഞാൻ ഓൾറെഡി 2 തവണ ഇത് റീഷെഡ്യൂൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. കാരണം ഞാൻ ഓൾറെഡി ഇത് ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം എനിക്കിപ്പോൾ ജോലിയുണ്ട്, ജോലിക്ക് പോകണം, പിന്നെ കൊച്ചിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് എഴുതി നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ നോക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു വേണ്ട, അത് ഞാൻ റീഷെഡ്യൂൾ ചെയ്തു. ഇപ്പം എനിക്ക് 2 പ്രാവശ്യം ഇതാണ് പറ്റിയത്. 2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ടൈമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ അത് 3ാമത് റീഷെഡ്യൂൾ ചെയ്യാൻ വിചാരിച്ചു. ഇനി ഞാൻ റീഷെഡ്യൂൾ ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും എഴുതത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എന്നാൽ ട്രൈ ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ ട്രൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾ അതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ നമുക്കിപ്പോൾ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമുക്ക് ഞാൻ ബുക്ക് ചെയ്ത് പോയതല്ലേ എന്നോർത്ത് അങ്ങനെ ഇതെന്തൊരു ഒരു കാര്യമില്ല. നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നിങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് കിട്ടും. പക്ഷേ നിങ്ങൾ വിത്തിൻ 72 അവേഴ്സിനുള്ളിൽ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് സെൻറ്ററിൽ എപ്പോഴാണ് ടൈം അതിനൊരു അരമണിക്കൂറെങ്കിലും മുമ്പേ എത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ടെസ്റ്റ് സെൻറ്ററിൽ താമസിച്ച് ചെന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എടുത്ത ID മാറിപ്പോയി, അങ്ങനത്തെ റീസൺ കൊണ്ടൊക്കെ ടെസ്റ്റ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് തരത്തില്ല. അല്ലാണ്ട് വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഇപ്പോൾ ആ ടെസ്റ്റ് സെൻറ്ററിൻ്റെ എന്തെങ്കിലും ഭാഗം കൊണ്ട് ക്യാൻസലേഷൻ സംഭവിച്ചാൽ നമുക്ക് റീഫണ്ട് വരും, അല്ലെങ്കിൽ 72 അവേഴ്സിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് വരും. അല്ലാത്ത കേസിൽ നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ടെസ്റ്റ് സെൻറ്ററിൽ പോകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ഒരിക്കലും പ്രെമിസസിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരിക്കലും ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ അവരെ കയറ്റത്തില്ല, അവർക്ക് ഇരിക്കാൻ ഒരു വെയിറ്റിംഗ് ഏരിയാസ് ഇല്ല. അപ്പം
അവരെയും കൊണ്ട് പോയാൽ തന്നെ അവർ ജസ്റ്റ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറത്ത് അതിൻ്റെ പ്രെമിസസിൽ കാറിലാണ് കാറിലൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒരിക്കലും അവർക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇവരൊരിക്കലും അവരെ അകത്തോട്ട് കയറ്റത്തില്ല. പിന്നെ ഈ ടെസ്റ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവരുടെ ലിങ്കിൽ ഒരു ബുക്ക് അവർ കാണിക്കും. അപ്പോൾ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബുക്കാണ്. ഇതൊരു ഗൈഡാണ്. ലൈഫ് ഇൻ ദ UK ടെസ്റ്റിനുള്ള ഒരു ഗൈഡാണിത്. അപ്പോൾ ഈ ഗൈഡ് നമ്മൾക്ക് ആ വെബ്സൈറ്റ് നമ്മളെ കാണിക്കും അവർ. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങണം നിർബന്ധമില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇനി ഏകദേശം ഒരു 12 സംതിങ് പൗണ്ടായിരുന്നു, 12.99 സംതിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങുന്നൊരു നിർബന്ധമില്ല. കാരണം ഇപ്പം ഞാനിത് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എന്ത് എക്സാം ആണെങ്കിലും എനിക്ക് ഈ മൊബൈലിലൊക്കെ നോക്കി ഞാൻ മൊബൈലിലും പ്രാക്ടീസ് ചെയ്തു. പക്ഷേ എനിക്ക് മൊബൈലിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ എനിക്കൊരു ഇത് കിട്ടുന്നത് ഞാനത് വായിച്ച് പഠിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് കിട്ടുക, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അങ്ങനെ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. അപ്പം ഈ ബുക്കിൽ നിന്ന് പറഞ്ഞ ഒരു ടോട്ടലായിട്ട് ഈ ബുക്കിനൊരു 180 പേജസ് ഉണ്ട്. പക്ഷേ 180 പേജസ് ഫുള്ള് ഇതിനെപ്പറ്റിയല്ല, ഒരു 160 പേജസ് ഉള്ളതാണ് ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. ബാക്കി ജസ്റ്റ് ചില ചെറിയ എന്താ ബാക്കി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ബാക്കി ബുക്കുകളിൽ പറയുന്നത് ക്ലോസറി അതൊക്കെ ഉള്ളൂ. 160 പേജാണ് ബാക്കി ഫുള്ള് ബുക്കിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങുന്ന ഒരു നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾക്ക് ബുക്ക് വാങ്ങുന്നവർക്ക് വാങ്ങാം. അതല്ല എങ്കിൽ നമുക്ക് എന്താണ് ഒരു ഇതുണ്ട്, ഗൂഗിളിൽ വന്നിട്ട് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. ധാരാളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്താലും മതി. അപ്പോൾ അല്ലാണ്ട് ഈ ബുക്ക് വാങ്ങുന്നൊരു നിർബന്ധമില്ല. പിന്നെ ഈ ബുക്ക് എന്ന് പറഞ്ഞത് 3rd എഡിഷനാണിത്. ഇത് 3rd എഡിഷനാണ്. ഏറ്റവും ഞാനിപ്പോൾ ഇത് നോക്കിയപ്പോൾ സൈറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും 2023 ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളത്. 2024 ഇല്ല, 2023 ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അത് 3rd എഡിഷനുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ അതിൽ കയറി പ്രാക്ടീസ് ചെയ്യുക. നിർബന്ധമില്ല, ബുക്ക് വാങ്ങാൻ നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് സമയം കിട്ടത്തില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, നമ്മളെല്ലാവരും തന്നെ ഇവിടെയുള്ളവർ ജോലി ചെയ്യുന്നവരാണ്. മക്കളുണ്ടാവും, മിക്കവർക്കും മക്കളുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പം നമുക്കിപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ 24 ക്വസ്റ്റ്യനാണുള്ളത്. 24 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 18 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ മാത്രമേ 18 ക്വസ്റ്റ്യൻ ഒരു 75% കിട്ടിയാൽ മാത്രമേ നിങ്ങളിത് പാസ്സാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ 24 ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ സമയത്ത് 24 ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യും എല്ലാം തെറ്റിപ്പോകും, പലതും തെറ്റിപ്പോകും. കാരണം നമ്മൾ ഈ ബുക്ക് പഠിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ആൻസർ ശരിയാവും. പക്ഷേ നിങ്ങളൊന്ന് ബുക്കൊന്നും പഠിക്കാണ്ട് നേരെ ഡയറക്റ്റ് ഈ ടെസ്റ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അത് പലതും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ് നോക്കുന്നത്, നമുക്ക് ഐഡിയ ഇല്ല, പലതും തെറ്റിപ്പോകും. അങ്ങനെ തെറ്റി നമ്മൾ അവസാനം അങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ആദ്യം ഞാനൊക്കെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബുക്കൊന്നും പഠിക്കാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 6, 7 ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്നും തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്ററി നമുക്ക് അറിയത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പോൾ അതിലൊരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആദ്യം അങ്ങനെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവസാനം നമുക്ക് പാസ് മാർക്ക് കിട്ടാൻ പാകത്തിന് നമ്മൾ എത്തും. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വെറുതെ ട്രൈ ചെയ്യേണ്ട, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഗൈഡ് വെച്ച് നമുക്ക് വല്ലപ്പോഴും 24 ക്വസ്റ്റ്യൻ ആണെങ്കിലും വല്ലപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു സെറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സെറ്റായിട്ട് നമുക്ക് ഒരു സമയത്ത് 2-3 സെറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 2-3 സെറ്റ് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ കൃത്യം ഒരു ബുക്ക് ചെയ്തിട്ട് ആ ഒരു ടൈമിലായിട്ട് നമ്മൾ പഠിക്കാണ്ട് നോക്കി നിൽക്കില്ല. പിന്നെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് PR കിട്ടുന്നത് നവംബറിലാണ്. അപ്പം ഞാൻ ഇപ്പോഴേ ടെസ്റ്റ് എഴുതി. കാരണം ഞാൻ വിചാരിച്ചു എങ്ങാനും ഇനി കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് എഴുതാലോ, അധികം ടൈം വേസ്റ്റ് കണ്ടെന്ന് ഓർത്താണ് ഇപ്പോഴേ എഴുതിയത്. അപ്പം നിങ്ങൾക്കെന്ന് പറഞ്ഞൊരു പ്രാവശ്യം ഇത് പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിന് ഇത്ര എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പം നമുക്ക് OETക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഇത് അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പം നിങ്ങൾക്ക് അത് നിങ്ങളുടെ എത്ര നാൾ വേണമെങ്കിലും വാലിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ട്രൈ ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും എക്സാം അടുക്കുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ബുക്ക് പഠിക്കാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വാങ്ങാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അത് ഇപ്പം പറഞ്ഞ പോലെ ഈ ഇതിൽ കയറി ട്രൈ ചെയ്യുക. ടെസ്റ്റ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും.
അപ്പോൾ അതിനകത്ത് നോക്കി പഠിച്ച് ഒരുമാതിരി ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഈ ബ്രിട്ടീഷ് എംപയറിനെ പറ്റിയാണ് ഇവർ കൂടുതലും പറയണത്. പിന്നെ ഓരോ ബാറ്റിൽസ്, പിന്നെ ഒത്തിരി വർഷങ്ങളുണ്ട്, ഒത്തിരി വർഷങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. പിന്നെ ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് നമ്മളെ കയറ്റി വിട്ടിട്ട് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്യിക്കും. കുറച്ച് നേരം അവിടെ ഇരുത്തും. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ അവർ ഉറപ്പാക്കും നമ്മുടെ അതിൽ മീൻസ് ഇയറിൽ നമ്മൾ ഹെഡ്സെറ്റ് അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല, അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണിക്കാൻ പറയും. നമ്മളിപ്പോൾ ഷോൾ വെച്ച് എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് കാണിക്കാൻ പറയും. അവർ നമ്മുടെ പോക്കറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ ഫുള്ള് അവർ ചെക്ക് ചെയ്യും. സെക്യൂരിറ്റി ചെക്ക് നടത്തും. അതുപോലെ തന്നെ നമ്മുടെ അവർ ഫോട്ടോ ഒക്കെ അവരെടുക്കും. പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ഒരു ലോക്കർ തരും. അപ്പം നമ്മുടെ ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കണം നിർബന്ധമാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. അപ്പോൾ നമുക്ക് ലോക്കർ തരും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു റൂം തരും, ഒരു നമ്പർ പറയും. അപ്പോൾ ആ റൂമിലോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി വേറെ ആൾക്കാർ കാണും, 1-2 പേര് കാണും, ആൾക്കാരെ കാണും. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ വരും. നമ്മൾ അവിടെ നിന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 45 മിനിറ്റ്സ് ആണ് ടെസ്റ്റിംഗ് ടൈം. പക്ഷേ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും 45 മിനിറ്റ്സ് ആവത്തില്ല. എനിക്കെന്ന് പറയുമ്പോൾ 12 മിനിറ്റ് കൊണ്ട് എൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 45 മിനിറ്റ്സ് ആണ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ 45 മിനിറ്റ്സ് അവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ 10 മിനിറ്റ്സിനുള്ളിലോ അല്ലെങ്കിൽ 12 മിനിറ്റ്സിനുള്ളിലോ അല്ലെങ്കിൽ 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നു ആ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. 45 മിനിറ്റ്സ് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഫ്ലാഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും. നിങ്ങൾക്കപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ആലോചിച്ച് സമയം കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഫ്ലാഗ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും കഴിയുമ്പോൾ ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനാണ് ഡൗട്ടുള്ളത് ആ ക്വസ്റ്റ്യനായിട്ട് വീണ്ടും തിരിച്ചു വരിക. എന്നിട്ട് നിങ്ങൾക്കത് ആലോചിച്ചത് ചെയ്യാം. പിന്നെ ഒരിക്കലും നിങ്ങൾ റഷ് ചെയ്യേണ്ട കാര്യമില്ല എക്സാമിന്. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. 45 മിനിറ്റ്സിൻ്റെ ഒരു ആവശ്യമില്ല, അത് കൂടുതലാണ് ആ ടൈം. അപ്പോൾ ഈ സമയം പോകുന്നതിന് ഒരിക്കലും റഷ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് അവിടെ. പിന്നെ എല്ലാവർക്കും എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ ഈ ബുക്ക് പഠിക്കുമ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഇയേഴ്സ് പഠിക്കാറുണ്ട്. ഓരോ ഇഷ്ടംപോലെ ബാറ്റിൽസ് ഉണ്ട്. ആ ബാറ്റിൽസ് നടന്ന ഇയേഴ്സ് ഉണ്ട്. അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓർത്തിരിക്കാൻ പാടും. പിന്നെ കുറേ ഇൻവെൻട്രീസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരുണ്ട്. അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എക്സാം റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരിക്കലും അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഇയറൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനാണ് ഇയറിൻ്റെ ഒക്കെ ചോദിക്കുകയുള്ളൂ. ബാക്കി ഇയേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അധികമില്ല. മിക്ക ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമാണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നുള്ളൂ. അത്രയും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇയറുകൾ അതുപോലെ ബാറ്റിലൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ടെസ്റ്റൊന്നും അല്ല, നിങ്ങൾക്ക് പാസ്സാവുന്നുള്ളൂ. കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും ആ എക്സാം അടുക്കുന്നവരെ നോക്കിയിരിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ ഇതെല്ലാം വായിച്ചു വെച്ചിരുന്നാലും ഞാൻ കുറേയൊക്കെ മറന്നുപോയി. അപ്പം ഞാനാണെങ്കിൽ ഈ എക്സാമിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്നുകൂടെ കുറേ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ആവുന്നില്ല, ഞാൻ ഒന്നുകൂടെ റെഫർ ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് ആ വന്ന ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന് 2 ദിവസം മുമ്പ് റെഫർ ചെയ്താണ് വന്നത്. അപ്പം ഇത്രയാണ് ലൈഫ് ഓഫ് UK ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഉള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.